ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നത് ടീച്ചേഴ്സിനൊരു ട്രെയിനിങ് കൊടുക്കുന്ന വീഡിയോ ആട്ടത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ട്രെയിനിങ്. ഈ പുള്ളിക്കാരി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിറങ്ങിയ ആളാണ്. എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ക്ലാസ് കൊടുക്കേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് ലെങ്ത് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ മെഷർമെൻറ്റ് എടുക്കാനാണ്. അപ്പോൾ ആദ്യം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഹിപ്സ് റൗണ്ട്. ഇതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് ഇടയണ്ട. നമ്മൾ തുണിയിലാണെന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുള്ള പാറ്റേൺ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ വരുന്നത് ഹിപ്പ് റൗണ്ട് ആണ്. ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് അതിനുശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. പിന്നെ വരുന്നത് നെക്ക് ലെങ്ത് ആണ്. ഈ ബസ്റ്റ് ലെങ്ത് ടെക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ബസ്റ്റ് ലെങ്ത്തും കൂടെ എടുക്കണം. പിന്നെ നെക്ക് ലെങ്ത്, ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ ഫുള്ള് കഴിഞ്ഞ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എനിക്ക് ഓരോ ഭാഗത്ത് എടുക്കുന്ന തയ്യൽ തുമ്പുകളെ പറ്റുന്ന വിശദീകരിച്ചില്ല. തയ്യൽ തുമ്പുകൾ ഫുൾ ലെങ്ത്തിൽ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പുകളാണ്. 2 ഇഞ്ച് അതിന് നമുക്ക് എന്തിനൊക്കെ പറ്റുമോ? അതിൽ 1/2 ഇഞ്ച് ഷോൾഡറിൽ പോവാം. പിന്നെ 1.5 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങനെ 1.5 ഇഞ്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ മെഷർമെന്റ് കട്ടി കൂടുതൽ ചെയ്യുവാണ് മടക്കി തയ്ക്കുമ്പോൾ. ഇല്ല, നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആക്കി കൊടുക്കാം. പിന്നെ ഇത്രയാണ് ലെങ്ത്തിൽ വരുന്ന മെഷർമെന്റ്. ചിരിക്കലപ്പോൾ എനിക്ക് ചിരി വരും. അറ്റൻഷൻ പറഞ്ഞോ. ക്ലാസ് അല്ലാതെ ബസ്സിൽ വെച്ചിട്ടല്ല. ഞങ്ങൾ കുട്ടികളെ ചിരി വരില്ലല്ലോ. മിസ്സിനെ പോയി നോക്കി ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല. ഇനി വരുന്നത് ഷോൾഡർ, പിന്നെ നെക്ക് വെടുത്ത്, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്, ബോട്ടം. ഇത്രയും ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി വരുന്നത് നമുക്ക് ഈ ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ചെസ്റ്റ് റൗണ്ടിലേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ആം ഹോളിന് ഷേപ്പ് കൊടുക്കണം. ആ ഷേപ്പ് കൊടുക്കുന്നത് ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ തയ്യൽത്തുമ്പില്ലാത്ത ചെസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് ആ ഒരു ഷേപ്പ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി വരുന്നത് നെക്ക് ലെങ്ത് ആണ്. നെക്ക് ലെങ്ത് ഇപ്പോൾ 3 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു നോർമൽ മെഷർമെൻറ്റ് തന്നെയാണ് കണക്കാക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ലെങ്ത് കൂടുതലിനനുസരിച്ചിട്ട് ഷോൾഡറിലും ആം ഹോളിലും നമുക്ക് മാറ്റമുണ്ടാവും. ഇനി വരുന്നത് ബോട്ടമാണ്. ബോട്ടം എങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്തിൻ്റെ ഇനി ഈ കൊടുക്കാം. എനിക്കൊക്കെയാണ് അറിയാത്തതാണ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതൊന്ന് വിശദീകരിച്ചു. ഇപ്പൊ അതിന്റെ സംഭവം തന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. മുടിയിൽ നമ്മൾ അളവെടുത്തതിന് ശേഷം ഏതൊക്കെ അളവുകളാണ് എടുക്കേണ്ടത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നൊന്നായിട്ട് എടുക്കാം. അതിൽ ആദ്യം വരുന്നത് ഫുൾ ലെങ്ത് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഫുൾ ലെങ്ത് എത്രയാണോ വരുന്നത് അതിൽ നിന്നും തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഈ തയ്യൽത്തുമ്പ് എത്ര ആഡ് ചെയ്യണം എന്ന ചോദ്യത്തിന് അത് നമ്മുടെ തയ്യലിനനുസരിച്ചും ക്ലോത്തിനനുസരിച്ചിട്ടാണ് എടുക്കല്. അപ്പോൾ ക്ലോത്ത് പിന്നെ വരുന്ന ക്ലോത്തും മറ്റുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 1.5 ഇഞ്ചോളം എടുക്കണം. അതിൽ 1/2 ഇഞ്ച് മേൽഭാഗത്തേക്ക് നമ്മുടെ ഷോൾഡർ ജോയിൻ ആവാനും പോകും. താഴ്ഭാഗത്തേക്ക് കരം മടക്കി തയ്ക്കാനും 1 ഇഞ്ചും വരും. അപ്പോൾ അങ്ങനെ 1.5 എടുക്കാം. അതല്ല നമ്മുടെ ക്ലോത്ത് ഓക്കെയാണ്, കോട്ടന്റെ ക്ലോത്ത് നല്ല പിടിച്ചാൽ കിട്ടുന്നൊക്കെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 ഇഞ്ച് മതിയാവും തയ്യത്തുള്ളൂ. അതെങ്ങനെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 ഇഞ്ച്, അതായത് ചെറിയൊരു രീതിയിലുള്ള വീതി കുറഞ്ഞ രീതിയിലുള്ള മടക്കി തയ്ക്കാൻ 3/4 ഇഞ്ച് താഴേക്കും 1/4 ഇഞ്ച് മേലേക്കും അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ നിങ്ങൾക്ക് തയ്ക്കുന്നതിനുള്ളൊരു ശൈലിയുണ്ട്. ആ ശൈലിക്കനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ രീതിയിലും വലിപ്പത്തിലൊക്കെ തയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് 1.5 ഇഞ്ച് ലെവലിൽ തയ്യൽത്തുമ്പ് താഴത്തെ ലെങ്ത്തിനോട് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സീറ്റിന്റെ ലെങ്ത് ഓർ അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക ഹിപ്പിന്റെ ലെങ്ത്. അത് സ്ലിറ്റ് ചുരിദാറാണ് നമ്മൾ തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹിപ്പിന്റെ ലെങ്ത് മതി. സീറ്റിന്റെ ലെങ്ത്തിന്റെ ആവശ്യം വരുന്നില്ല. സിറ്റ് ലെങ്ത് വേണ്ടിയാണല്ലോ. ഹലോ, ഓക്കെ, അവിടെ പറഞ്ഞിട്ടത് ഹിപ്പ് ലെങ്ത്. അപ്പൊ ഹിപ്പ് ലെങ്ത് നമ്മുടെ സിറ്റ് വരുന്ന ഏരിയയിലാണ് നമ്മൾ ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ
ഷോൾഡറിന്റെ അവിടെ നമ്മൾ പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറക്കണോ കൂട്ടണോ എന്നൊരു ഡൗട്ട് വേണ്ട, കുറക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടെ ഹിപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹിപ്പിന്റെ റൗണ്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ആ അളവ് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു സൈഡിലേക്ക് ഏതൊരു ഡ്രസ്സിന് തൂക്കം കൂടുതലാണ്, ഈ ഒരു സൈഡിലേക്ക്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ കൂടുതൽ എടുക്കൊന്നും വേണ്ട. ഇവിടെ 4 ഇഞ്ചോ 6 ഇഞ്ചോ പോകുന്നുണ്ടല്ലോ എന്നുള്ളതിൽ കൂടുതൽ എടുക്കൊന്നും വേണ്ട. അതിനനുസരിച്ച് തൂങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എടുക്കുന്നത്. ഓക്കെ, അത് വിട്ടാൽ പിന്നെ വരുന്നത് നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് ആണ്, ഷേപ്പിന്റെ ഭാഗത്തെ ഭാഗം. അതും എത്രയാണോ നമുക്ക് കിട്ടിയത് അതേ തോതിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ബസ്റ്റിന്റെ ലെങ്ത് ആണ്. ഈ ബസ്റ്റിന്റെ ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ചുരിദാറിനൊന്നും കൂടുതൽ ആളുകളും എന്ത് ചെയ്യുന്നില്ല, ഡാർട്സ് ഉപയോഗിക്കുന്നത്. അതായത് ടെക്ക് ഉണ്ടല്ലോ, ബേക്കിൽ ടെക്ക് ഇടുന്നവരുണ്ട്, ഫ്രണ്ടിൽ ടെക്ക് ഇടുന്നുണ്ട്. അത് എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. അങ്ങനെ ഉപയോഗിക്കണം വേണം എന്ന് പറയുന്നവർക്ക് മാത്രം ബോഡി ഒന്ന് അളവെടുക്കുമ്പോൾ അവരുടെ ബസ്റ്റിന്റെ ലെങ്ത് ഒന്ന് അളവെടുക്കുക, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക, ബസ്റ്റിന്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്കിപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് നെക്കിന്റെ ലെങ്ത് ആണ്. നെക്കിന്റെ ലെങ്ത് വരുമ്പോഴും നെക്കിന്റെ ലെങ്ത് നമ്മൾ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയാണോ നമുക്ക് നെക്കിന്റെ ലെങ്ത് വേണ്ടത് അതന്നെ ഇട്ട് കൊടുത്താൽ മതി. അതല്ല നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അത് വിട്ടാൽ പിന്നെ ബേക്കിലെ നെക്കിന്റെ ലെങ്ത്, പിന്നെ വരുന്നത് നമ്മുടെ ഷോൾഡറും പിന്നെ നെക്കിന്റെ വീതിയും ആണ്. ഈ നെക്കിന്റെ സംഭവിക്കൂലേ? ഓക്കെ, അത് കിട്ടും. പിന്നെ നമ്മുടെ നെക്കിന്റെ വീതിയാണ് വരുന്നത്. നെക്കിന്റെ വീതി എന്ന് പറയുന്നത് 2 തരത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ലെവലിൽ ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അളവാണത്. പിന്നെ നമ്മൾ നോർമലായിട്ട് ബേസിക് ക്ലാസ്സുകൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അളവാണ് എന്ത്, നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണത്തിന്റെ 12 ഭാഗം കണക്കാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ന് കരുതി എല്ലാ നെക്കിനും അത് ക്ലിയർ ആവില്ല, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും പഠിക്കുമ്പോൾ നമുക്ക് നെക്കിന്റെ ചെസ്റ്റിന്റെ വണ്ണത്തിന് 12 ഭാഗം മാർക്ക് ചെയ്യാം. ഓക്കെ, അത് വിട്ടാൽ പിന്നെ വരുന്നത് നമ്മുടെ ഷോൾഡറിന്റെ അളവാണ്. എത്രയാണോ നമുക്ക് ഷോൾഡർ കിട്ടിയത് അതിന്റെ ഹാഫാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ബേക്കിലേക്ക് കൂടുതൽ നെക്കിളൊന്നും എടുക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ മേലേക്ക് 3 ഇഞ്ചിന്റെ മേലേക്കാണ് നമ്മൾ നെക്കിന് ലെങ്ത്, ബേക്കിലെ നെക്കിന് ലെങ്ത് എടുക്കുന്നത്. ഈ അളവൊന്നല്ല, മൊത്തം മാറിപ്പോകും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ അതിന്റെ പാടില്ലാത്തതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിവരിക്കുന്നില്ല. ഓക്കെ, അത് വിട്ടാൽ പിന്നെ നേരെ വരുന്നത് നമ്മുടെ ആംഹോളിന്റെ റൗണ്ടിന്റെ പകുതി ആയിട്ട് നീളം കണക്കാക്കാൻ എന്നുള്ളതാണ്. എത്രയാണോ നമുക്ക് ആംഹോൾ കിട്ടിയത് അതിന്റെ ഹാഫ് നേരെ താഴെ, അതായത് ഷോൾഡർ മാർക്ക് ചെയ്തതിന്റെ നേരെ താഴെ മാർക്ക് കൊടുക്കുക. അതിനെ നമ്മളൊരു ബോക്സ് ആക്കണം. അതായത് ഷോൾഡറിൽ നിന്നും ആംഹോളിന്റെ പോയിന്റിലേക്ക് ലൈൻ വരച്ചു കൊടുക്കുക. അതിനൊരു ബോക്സ് ആക്കുക. നമ്മുടെ ക്ലോത്തിന്റെ ഈ 4 ലെയറായിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു ബോക്സ് ആക്കുക. ആ ബോക്സിന്റെ താഴത്തെ ആ ലൈൻ എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ ചെസ്റ്റിന്റെ വണ്ണം മാർക്ക് ചെയ്യുക. അപ്പൊ ചെസ്റ്റിന്റെ വണ്ണത്തിന്റെ കൂടെ ലൂസ് അളവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എത്രയാണ് നമുക്ക് ലൂസ് അളവ് വേണ്ടത് ആ ലൂസ് അളവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ 4 ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസ് തയ്യൽ തുമ്പ് വേറെയും കാണും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ തയ്യൽ തുമ്പ് എടുക്കാൻ വരട്ടെ. നമ്മുടെ ആംഹോളിന്റെ മാർക്കിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, തയ്യൽ തുമ്പ് എടുത്താൽ മതി. കാരണം നമ്മൾ കൂടുതൽ ആളുകൾ ആംഹോൾ മാർക്ക് ചെയ്തിട്ട് നേരെ തയ്യൽ തുമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയല്ല തയ്യൽ തുമ്പ് കൊണ്ടുപോകേണ്ടത്. ആംഹോൾ ചെസ്റ്റിന്റെ വണ്ണം എവിടെയാണോ മാർക്ക് ചെയ്തത് അതിലേക്കാണ് ആംഹോൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ ആംഹോൾ സ്റ്റാർട്ട് ചെയ്യാനൊരു ഭാഗം, കൊണ്ടുപോകാൻ മറ്റൊരു ഭാഗം, നിർത്താൻ ഒരു ഭാഗം, അങ്ങനെ 3 ഇപ്പാണ് ആംഹോൾ വരുന്നത്. അതില് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എവിടെ കൊടുത്ത് അവസാനിപ്പിക്കണം എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ കൊണ്ടുപോകണം എന്നുള്ളത് ആ ഒരു ലെവൽ കണ്ടെത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിന്റെ വീതിയും, അതായത് ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു വീതി തന്നെയാണല്ലോ ആംഹോളിന്റെ പോയിന്റിൽ കിട്ടുന്നത്. ആ ഒരു പോയിന്റും ചെസ്റ്റിന്റെ വണ്ണത്തിന്റെ പോയിന്റും നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അത് എത്ര ഇഞ്ചാണോ ഉള്ളത് അതിന്റെ ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു 3 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഷോൾഡറിൽ നിന്ന് ആംഹോളിലേക്ക് ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഹാഫ് എത്തുമ്പോൾ കേവ് സ്റ്റാർട്ട് ചെയ്യണം. തയ്യൽ തുമ്പ് കൂട്ടിയ അളവിൽ നിന്ന് തയ്യൽ തുമ്പ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടില്ല. ലൂസ് അളവോട് കൂടിയോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ് നമുക്ക് വേണ്ടത് ആ ലൂസ് അളവോട് കൂടിയോട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് നമ്മുടെ ഈ ഷോൾഡറും അപ്പൊ തമ്മിൽ എത്ര ഇഞ്ചാണോ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട്, അതായത് ഇനി ഇവിടുത്തെ തയ്യൽ തുമ്പാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഇതിൽ പെടും. ഓക്കെ, അപ്പൊ അവ തമ്മിൽ എത്ര ഇഞ്ചാണോ കിട്ടിയിട്ടുള്ളത് അതിന്റെ ഹാഫ് എടുക്കുക, അതിനെ നേരെ ക്രോസ് ആക്കിക്കൊണ്ട് മാർക്ക് ചെയ്യാം. ക്രോസ് ആക്കിക്കൊണ്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഏകദേശം ഈ ഭാഗത്ത് അതിനുശേഷം ഷോൾഡറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. കേവ് സ്റ്റാർട്ട് ചെയ്യും. കേവ് അല്ല, ആംഹോൾ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഷോൾഡറിന്റെ ആംഹോളിന്റെ ലൈനിന്റെ ഒരു ഹാഫ് എത്തുന്ന സമയത്ത് കേവ് സ്റ്റാർട്ട് ചെയ്യണം. ആ കേവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കർവ് പോയിന്റിലൂടെ, ഇവിടെ നമ്മൾ കർവ് പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ട് ചെസ്റ്റിന്റെ വണ്ണത്തിൽ കൊണ്ട് അവസാനിപ്പിക്കും. ഇനി ഇന്നലെ തന്നെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ഇത് ഓക്കെയല്ലേ? ഇതേപോലെ അതായത് ഓരോ പോയിന്റ് നമ്മൾ പറയുമ്പോഴും അത് തിരുത്തി എത്രയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് തിരുത്തി തെറ്റില്ല. ബോഡി മെഷർമെന്റിന്റെ ക്ലാസ്സിൽ തന്നെ കൂടുതൽ അളവ് വരില്ല. ബോഡി മെഷർമെന്റിന്റെ ക്ലാസ്സിൽ കൊടുത്താൽ പിന്നെ ചെസ്റ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഫേസ് മാർക്ക് അനുസരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ കൊടുക്കുക ഞാൻ പറഞ്ഞുതരാം കേട്ടെ. അല്ല, അല്ല അത് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രാവശ്യം കേട്ടോണ്ടൊന്നും അത് ഞാൻ പറഞ്ഞു. ഞാൻ അടുത്തുന്ന ആ രീതിക്കനുസരിച്ച് ഫസ്റ്റ് ദിവസം ക്ലാസ് എടുക്കും. നിങ്ങൾക്കൊരു
അത് ഇപ്പൊ ഫസ്റ്റ് കാണിച്ചു പേപ്പറിൽ കണ്ട പേപ്പർ ഫസ്റ്റ് ഇതല്ല എനിക്ക് നീ അവൾക്ക് കൊടുത്ത് കൊടുക്കുക നീ ഇങ്ങനെ കൊടുത്ത് കൊടുക്കുക അതൊന്നും ആ പറയുന്ന ആ ഒരു പിന്നെ മെയിനായിട്ട് പറയുന്ന അളവുകളിൽ നമുക്കെന്നെ നിങ്ങൾക്കെന്നെ തെറ്റുവരാൻ പാടില്ല. അപ്പൊ നീ എനിക്ക് നേരത്തെ കാണിച്ചു ഈ അളവ് ഇതിന്റെ ഹാഫ് കൊടുക്കണം എന്നിട്ട് നീ ഇവിടെയാണ് എഴുതി കാണിച്ചത്. എന്റെ പേടിയോടാണെന്ന് അറിയില്ല ഇതിന്റെ ഹാഫ് അല്ല എന്റെ മനസ്സിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ള സാധനമാണ്.